കോട്ടയം വൈക്കത്ത് റേഷൻ കടയിൽ നിന്ന് പുഴുവരിച്ച അരി ലഭിച്ച സംഭവത്തിൽ നടപടിയുമായി ഭക്ഷ്യവകുപ്പ്. വിതരണം ചെയ്ത 1022 അരിച്ചാക്കുകൾ റേഷൻ കടകളിൽ നിന്ന് തിരിച്ചെടുത്തു. 3 മില്ലുകളിൽ നിന്ന് വിതരണം ചെയ്ത അരിയിലാണ് പുഴുക്കളെ കണ്ടെത്തിയത്. പെരുമ്പാവൂരിലെ ഡയമണ്ട് ഫുഡ് പ്രോഡക്ട്സ്, APK സോർട്ടെക്സ് റൈസ്, ആർപ്പൂക്കര KE അഗ്രോ പ്രോഡക്ട്സ് എന്നീ മില്ലുകളിൽ നിന്ന് വിതരണം ചെയ്ത അരിയിലാണ് പുഴുക്കൾ കണ്ടെത്തിയത്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വിതരണം ചെയ്ത അരിയായിരുന്നു ഇത്. 41 റേഷൻ കടകളിൽ വിതരണം ചെയ്ത 1022 അരിച്ചാക്കുകൾ ഭക്ഷ്യവകുപ്പ് തിരിച്ചെടുത്തു. തിരിച്ചെടുത്ത അരി മില്ലുകൾക്ക് തിരികെ നൽകും. എല്ലാ കടകളിൽ നിന്നും കംപ്ലൈന്റ് ചെയ്ത എല്ലാ കടകളിൽ നിന്നും സാധനം തിരിച്ചെടുത്തു. മില്ലുകാരെ കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിച്ചിട്ട് പകരം പുതിയ അരി സപ്ലൈ ചെയ്യിപ്പിച്ചു. ഇത് ഒക്ടോബർ, നവംബർ മാസത്തിൽ വിതരണം ചെയ്ത അരിയിലാണ്. അതിൽ ഈർപ്പത്തിന്റെ കണ്ടന്റ് കൂടുതലായി സംഭവിച്ചൊരു പ്രശ്നമാണ്. പെട്ടെന്ന് കയറി ഇൻഫെക്റ്റഡ് ആകുന്നത്. 71 കടകളാണ് വൈക്കൻ ഡിപ്പോയ്ക്ക് കീഴിൽ വരുന്നത്. അതിൽ 41 കടകളിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. 41 കടകളിലെയും തിരിച്ചെടുത്തിട്ടുണ്ട്. വിതരണം ചെയ്ത അരിയിൽ പുഴുക്കളുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ അരി വിതരണം ചെയ്യരുതെന്നാവശ്യപ്പെട്ട് 5 തവണ റേഷൻ വ്യാപാരികൾക്ക് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനുശേഷം പലയിടങ്ങളിലും റേഷൻ വ്യാപാരികൾ അരി വിതരണം ചെയ്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വൈക്കം ഉദയനാപുരം നേരെക്കടവിലെ റേഷൻ കടയിൽ നിന്ന് വിതരണം ചെയ്ത അരിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. റിപ്പോർട്ടർ, കോട്ടയം.